വെൽക്കം ബാക്ക്. നിങ്ങളെല്ലാവരും പ്രോഗ്രാം 2 ക്വസ്റ്റ്യൻ അല്ലേ ഉണ്ടായിരുന്നത്? എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് സബ്മിറ്റ് ചെയ്ത് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. അഥവാ സബ്മിറ്റ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുക. ഞാനത് ഈ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടും സ്ലോ ആയിട്ടും പറയാം. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ പൈത്തൺ സ്ക്രിപ്റ്റ് ടു ഫൈൻഡ് മാക്സിമം ഓഫ് 3 നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു നമുക്കിവിടെ 3 വേരിയബിളുണ്ട്, എ, ബി, സി. അപ്പോൾ ഈ 3 വേരിയബിൾ നമ്മൾ ആദ്യം കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള കമാൻഡ് നമുക്കറിയാം. എ ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് ഗിവ് എ, ബി ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് ഗിവ് ബി, സി ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് ഗിവ് സി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? എ ഗ്രേറ്റർ ദൻ ബി ആണോ എന്ന് നോക്കുന്നു. അപ്പോൾ എ ഗ്രേറ്റർ ദൻ ബി ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ബി അല്ല മാക്സിമം. അപ്പോൾ ഈ എ ഗ്രേറ്റർ ദൻ ബി ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഈ ബ്ലോക്കിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എ ആയിരിക്കും മാക്സിമം, അല്ലെങ്കിൽ സി ആയിരിക്കും മാക്സിമം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ എ ഗ്രേറ്റർ ദൻ സി ആണോ എന്ന് നോക്കും. എ ഗ്രേറ്റർ ദൻ സി ആണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല, മാക്സിമം എ തന്നെയാണ്. പിന്നെ എന്താണ്? ഇനിയിപ്പം എ ഗ്രേറ്റർ ദാൻ സി, ഇവിടെ ഇത് ട്രൂ അല്ല, ഈ കണ്ടീഷൻ ട്രൂ അല്ല എന്നിരിക്കട്ടെ, ഇത് ഫോൾസ് ആണെന്നിരിക്കട്ടെ. എപ്പോഴാണ് ഇത് ഫോൾസ് ആവുന്നത്? എ ഗ്രേറ്റർ ദാൻ സി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ. അപ്പോൾ എന്താകും? നമുക്കറിയാം മാക്സിമം സി ആണെന്ന്. അങ്ങനെയാണ് ഇത് ഫോൾസ് ആണെങ്കിൽ മാത്രം ആണിത് പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എന്ത് വരുന്നു? ഈ ബ്ലോക്ക് ട്രൂ ആണെങ്കിലാണ് ഈ ബ്ലോക്ക് ചെയ്യുന്നത്, ട്രൂ ആണെങ്കിലാണ് ഈ ബ്ലോക്കിൽ കയറുന്നത്. ഫോൾസ് ആണെങ്കിൽ എ ഗ്രേറ്റർ ദൻ ബി അല്ല എന്ന് പറഞ്ഞാൽ ബി ഗ്രേറ്റർ ദൻ എ ആണ്, ബി എയേക്കാളും വലുതാണ്. അപ്പോൾ മാക്സിമം എന്താണ്? എന്തായാലും ബി അല്ല, പിന്നെ എന്തായിരിക്കും? ബിയോ സിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിയും സിയും തമ്മിൽ കമ്പയർ ചെയ്യും. ബിയും സിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇത് ട്രൂ ആണെങ്കിൽ എന്താവും? മാക്സിമം ഇസ് ബി ആണ്. ഫോൾസ് ആണെങ്കിൽ എന്താണ്? എന്തായാലും എ അല്ല നമ്മളെ മാക്സിമം, ബി ഗ്രേറ്റർ ദാൻ സിയുമല്ല എന്ന് പറയുമ്പം സി ആയിരിക്കും മാക്സിമം. നമുക്ക് എ ബി സി നമുക്ക് കൊടുക്കാം. എ ബി സി എല്ലാം കാണുന്ന രീതിയിൽ ഞാൻ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. എ ഇപ്പം 8, ബി 10, സി 6 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാകുമ്പം എ ഗ്രേറ്റർ ദൻ ബി ആണോ? എ ഗ്രേറ്റർ ദൻ ബി ആണോ? അല്ല, ഫോൾസ് ആണ്. ഫോൾസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഫോൾസ് ആവുമ്പോൾ ഈ ബ്ലോക്കിൽ കയറത്തേയില്ല. ട്രൂ ആകുമ്പോൾ മാത്രമാണല്ലോ ഈ ബ്ലോക്കിൽ കയറുന്നത്. ഫോൾസ് ആകുമ്പോൾ ഈ ബ്ലോക്കിലേക്ക് വന്നു. ഈ ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുന്നത്? ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് നോക്കുന്നു. ബി 10 അല്ലേ, 10 സിയേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്ത് വരും? മാക്സിമം ഇസ് ബി എന്ന് പറഞ്ഞ് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോഗ്രാം ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ തന്നെ ഒന്ന് റൺ ചെയ്ത് നോക്കണം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റൺ ചെയ്ത് നോക്കേണ്ടത്. അങ്ങനെ ആകുമ്പം നമുക്ക് പ്രോഗ്രാം കൂടുതൽ മനസ്സിലാകും. ഗിവ് എ, നമ്മൾ എത്രയ്ക്കായിരുന്നു നമ്പർ പറഞ്ഞത്? 8, 10, 6 അല്ലേ? 8. ഗിവ് ബി 10, ഗിവ് സി 6, എന്നിട്ട് എൻ്റർ അടിക്കണം. മാക്സിമം ഇസ് 10 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ ഓരോ സ്ഥലത്ത് വന്നപ്പോൾ മാക്സിമം 10 എന്നുള്ളതിന് പകരം മാക്സിമം ഇസ് എ എന്ന് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. പിന്നെ എന്ത് കൊടുക്കാം? ഇവിടെ വേണമെങ്കിൽ മാക്സിമം ഇസ് സി എന്ന് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ മാക്സിമം. അപ്പോൾ ഈ പ്രോഗ്രാം എല്ലാവരും എഴുതുന്ന ഒരേപോലെ ആവണമെന്നില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഗിവ് എ 23, ഗിവ് ബി 12, ഗിവ് സി 8. അപ്പോൾ ഇവിടെ മാക്സിമം നമുക്കറിയാം ഉത്തരം എ ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്തു?
എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നോക്കി. എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പോൾ ഈ ബ്ലോക്കിൽ വരത്തേ ഇല്ല, ഈ ബ്ലോക്കിലായിരിക്കും ഉണ്ടാവാൻ. ഈ ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ എന്തായി? പിന്നെ എന്ത് ചെയ്യും? എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് നോക്കും. അതും ട്രൂ ആണ്. അതുകൊണ്ട് മാക്സിമൈസ് എ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എൻ്റർ അടിച്ചാൽ മാത്രമേ പ്രോഗ്രാം അന്ന് ഞാൻ പറഞ്ഞു ഇവിടെ കണ്ട ഒരു ബ്ലാക്ക് സർക്കിൾ കണ്ട, ഫുള്ളി സർക്കിൾ, എന്ന് വെച്ചാൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞില്ലെന്നുള്ള അർത്ഥം. അപ്പോൾ ഇത് എൻ്റർ ചെയ്യുമ്പം എന്തായി? മാക്സിമം ഇസ് എ 23 എന്ന് പറഞ്ഞു. ഈ സർക്കിൾ വേറെ സംഭവം കേണൽ ഐഡിൽ എന്ന് പറഞ്ഞു, മറ്റേ ആകുമ്പോൾ കേണൽ ബിസി എന്ന് പറഞ്ഞൊരു. അപ്പോൾ ഏത് നമ്പറും കൊടുക്കാം, ഇവിടെ നെഗറ്റീവ് നമ്പറും കൊടുക്കാം. -8 2 -10. അപ്പോൾ ഇത് ഏതാ? -8 ഉണ്ട്, 2 ഉണ്ട്, -10 ഉണ്ട്. ഏതാണ് വലുത്? 2 ആണ് വലുത്. നമുക്ക് നോക്കാം. മാക്സിമൈസ് ബി. ഇതിൽ ഞാനത് പ്രോഗ്രാം സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നന്നായി മനസ്സിലായ ആൾക്കാർക്ക് ഇതിൽ ചില ഇഷ്യൂസ് ഉണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കണം. നമ്മൾ ലാസ്റ്റ് വേണേൽ അതിനെപ്പറ്റി ഞാൻ പറയാം. ഇഷ്യൂസ് ഒന്ന്, will the code work for floating point numbers? അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പല വേർഷൻസ് ഒക്കെ വരുന്നത്. കോഡ് നമ്മൾ നമ്മുടെ പല സോഫ്റ്റ്വെയറിനൊക്കെ വേർഷൻ വരുമല്ലോ. ഇപ്പോൾ വിൻഡോസ് 10 ആയി അല്ലേ, പിന്നെയാണെങ്കിൽ ഈ ആൻഡ്രോയിഡ് ആപ്പുകളൊക്കെ എല്ലാം പുതിയ പുതിയ വേർഷൻ വരുന്നില്ലേ. അതേപോലെ നമ്മൾ ഈ മാക്സിമം ഇപ്പോൾ വർക്ക് ചെയ്യുന്നു എന്ന് തോന്നുന്നു, പക്ഷേ പല ഇഷ്യൂസ് ഉണ്ട്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിൽ ഇത് വർക്ക് ചെയ്യോ ഇല്ല. അപ്പോൾ അത് നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കണം. എന്താണ്? ഇപ്പം 2 നമ്പർ ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? A 10 B 10 C 4. അങ്ങനെയാണെങ്കിൽ മാക്സിമം A ആണോ B ആണോ? അതിവിടെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അത് നോക്കണം. ഈക്വൽ ആണെങ്കിൽ ഈക്വലാന്ന് തന്നെ പറയണം. 2 മാക്സിമം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അത് പറയണം. അങ്ങനെയുള്ള എല്ലാ കേസസും കൂടെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ തരുണത്തിൽ ഞാൻ പറഞ്ഞു ജൂപ്പിറ്റർ നോട്ട്ബുക്കും വഴിയെ പഠിക്കും നമ്മൾ കുറേ കാര്യങ്ങൾ. ഈ ഇഷ്യൂസ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1-നുള്ളതാണ്. ഇഷ്യൂസ് ഫോർ മാക്സിമം ഓഫ് 3 നമ്പേഴ്സ്. അപ്പം ഞാൻ ടൈപ്പ് ചെയ്തത് ഇങ്ങ് താഴെ ആയിപ്പോയി. അപ്പോൾ ഈ സെല്ലിൽ നമുക്ക് മേലോട്ടേക്ക് പോകും. ഇവിടെ ഒരു ആരോ കണ്ടോ? ഈ ആരോ അടിച്ചു കഴിഞ്ഞാൽ ഈ സെല്ല് മേലോട്ട് പോകും. അപ്പോൾ ഈ കോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിരുന്നു അത് വേണ്ടത്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ദ ഗ്രേഡ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഗിവൺ മാർക്ക് ഓഫ് 3 സബ്ജക്റ്റ്. ക്രൈറ്റീരിയ ഫോർ ഗ്രേഡിംഗ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ പേഴ്സൻറ്റേജ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു നമ്മുടെ എല്ലാത്തിലും മാർക്ക് 100 അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് പെർസെൻറ്റേജ് തന്നെ കിട്ടും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? മാക്സിമം ഓൾ സബ്ജക്റ്റിന് 100. നമുക്ക് 3 വേരിയബിളുണ്ട്, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല, ഇങ്ങനെയും കൊടുക്കുന്നു. നമ്മളെ പ്രോഗ്രാമിൽ ഇവിടെ വേറെ കാര്യമാണ് ഇഷ്യൂ ഉള്ളത്. ഈ പ്രോഗ്രാമിനെ ഇൻപുട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ മാർക്ക് 1 40, മാർക്ക് 2 40, മാർക്ക് 3 41 ആണെങ്കിൽ ആവറേജ് മാർക്ക് എത്രയാണ് വരുന്നത്? 40 + 40 + 41/3. അതെന്തായാലും 40-ൽ കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം വരുന്നത്? പാസ് എന്ന് പറഞ്ഞ് വരും. ഗ്രേഡ് D എന്ന്. നമുക്കിനി ഇത് മാറ്റാം. ഒരു കുട്ടിക്ക് ഉണ്ട്, വേറെ സബ്ജക്റ്റിൽ 95 ഉണ്ട്, വേറെ സബ്ജക്റ്റിൽ 92 ഉണ്ട്. അങ്ങനെയാകുമ്പോൾ എന്താവും? ആവറേജ് മാർക്ക് എത്രയാണ്? 90-ൽ കൂടുതലാണ്. അപ്പോൾ ആവറേജ് മാർക്ക് 90-ൽ കൂടുതലാകുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? പ്രിൻറ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞത്. റൺ ചെയ്ത് നോക്കാം. ഗ്രേഡ് വന്നു. അപ്പോൾ ഇനി ഈ പ്രോഗ്രാമെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? മാർക്ക് 1 90, മാർക്ക് 2 95, മാർക്ക് 3 92 എന്നാണ്. അപ്പോൾ ആവറേജ് മാർക്ക് അത് കമ്പ്യൂട്ട് ചെയ്യും. ആവറേജ് മാർക്ക് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ ഈ കോഡ് ചെയ്യുന്നത് കണ്ടില്ലേ? ഇഫ് ആവറേജ് മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ 90, ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും?
ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എൽസ് പിന്നെ ഇഫ് അങ്ങനെ കൊടുക്കേണ്ടിയില്ല, എൽ ഇഫ് എന്ന് പറഞ്ഞ് കൊടുക്കാം. എൽ ഇഫ് എന്ത് ചെയ്യും? ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ 70 ആണോ എന്ന് നോക്കും. ആണെങ്കിൽ ഗ്രേഡ് ബി എന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് അതല്ലെങ്കിൽ മാത്രമേ അടുത്ത നോക്കുള്ളൂ. ഇത് ശരിയാണ് പിന്നെ താഴോട്ടേക്ക് വന്നേക്കും. ഇതും ഇല്ല. അങ്ങനെയാണെങ്കിൽ 40-ലും കൂടുതലല്ല. അങ്ങനെയാകുമ്പോൾ 40-ൽ കൂടുതലാണ് ഗ്രേഡ് ഡി എന്ന് വരും. അതും അല്ലെങ്കിൽ എന്ത് വരും? ഗ്രേഡ് എഫ് എന്ന് വരും. നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. തേർട്ടി 5 42. ഒരു സബ്ജക്റ്റിൽ 40-ൽ കൂടുതലുണ്ട്. ഒന്നാം സബ്ജക്റ്റിൽ 30, രണ്ടാം സബ്ജക്റ്റിൽ 5. ഇതൊക്കെ ചെറിയ കണക്കുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിലും അടിച്ച് നോക്കാം. 35 42/3 എടുത്തു കഴിഞ്ഞാൽ ആവറേജ് മാർക്ക് കിട്ടി. അതെന്താണ്? 35 42/3 ആവറേജ് മാർക്ക് കിട്ടി. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം. 35 ആവറേജ് മാർക്ക് എത്രയാണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അതും നിങ്ങൾക്കൊരു ശീലമാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ. 30 + 5 + 42. പൈത്തണിൻ്റെ സുഖമാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പാട്. അതുകൊണ്ടാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ആ 30 + 5 + 42/3 49. ഇതിലെന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. $25.67 ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൽ 30 + 5 + 42. അപ്പോൾ ഞാനിവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. മാർക്ക് 1 + മാർക്ക് 2 + മാർക്ക് 3/3 ചെയ്തു. /3 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടി? 25.67 ആണ്. അപ്പോൾ ഈ പ്രിൻ്റ് ആവറേജ് മാർക്സ് എന്ന് പറയുമ്പോൾ അത് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് നോക്കുന്നത് എന്താണ്? ആവറേജ് മാർക്ക് 90-ൽ കൂടുതലാണോ? അല്ല. അതുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇത് ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യും? ആവറേജ് മാർക്ക് 70-ൽ കൂടുതലാണോ? അല്ല. പിന്നെ എന്ത് ചെയ്യും? ആവറേജ് മാർക്ക് 50-ൽ കൂടുതലാണോ? അല്ല. പിന്നെന്താണ്? ആവറേജ് മാർക്ക് 40-ൽ കൂടുതലാണോ? അല്ല. അപ്പോൾ എന്ത്? പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ തോറ്റ ആളാണ്. ഗ്രേഡ് എഫ് എന്ന് പറഞ്ഞു വരും. പിന്നെ നിങ്ങൾക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. ഇതിലിപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം ജനറലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം, ടെസ്റ്റ് യുവർ പ്രോഗ്രാം. നമ്മൾ അബദ്ധവശാൽ ഈ ബ്രാക്കറ്റ് ഇടാൻ വിട്ടുപോയെന്നിരിക്കുക. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഇടാൻ വിട്ടുപോയാൽ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യും, ഒരു ഉത്തരമൊക്കെ കിട്ടും. നമുക്കറിയാം ഈ കേസിൽ എന്താണ്? കുട്ടി ഫെയിലാണെന്ന് അറിയാം. ഈ ബ്രാക്കറ്റ് ഇടാൻ വിട്ടുപോയാൽ എന്ത് സംഭവിക്കും? കുട്ടി ഫെയിലായ കുട്ടി പാസ്സായിട്ട് വരും. 49 കിട്ടി. അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് പിടി കിട്ടത്തില്ല. ഈ എറർ വന്നെന്ന് പോലും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രോഗ്രാം എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. പ്രോഗ്രാം നമ്മളെപ്പോഴും ടെസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ? ഇത് ടെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് അറിയുന്ന ഡാറ്റ കൊടുക്കുക. ഈ പ്രോഗ്രാമിൽ അറിയുന്ന ഡാറ്റ നമ്മൾ ഒന്നില്ല കാൽക്കുലേറ്റർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാത്തിലും 90-ലെ മേലെ കൊടുക്കുക. അപ്പോൾ എന്ത് വരും നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കൊടുത്തതുപോലെ എല്ലാത്തിലും 2 സബ്ജക്റ്റിൽ 40-ൽ താഴെയോ ഒരെണ്ണത്തിൽ 40യും കൊടുക്കുക. അപ്പോഴും ഫെയിലല്ലേ വേണ്ടത്. അങ്ങനെ കൊടുത്തിട്ട് ഉത്തരം കിട്ടിയാൽ മാത്രമേ നമ്മൾ പ്രോഗ്രാം ശരിയാണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഉള്ളത്, ഞാനാണ് ഗ്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഗ്രേഡ് ചെയ്യത്തില്ല. ഈ ഗ്രേഡിംഗ് പ്രകാരം ഒരു കുട്ടിക്ക് എല്ലാത്തിലും 90 കിട്ടി. എല്ലാത്തിലും 90 കിട്ടിയെന്നിരിക്കട്ടെ. നമ്മൾ പ്രതീക്ഷിക്കുന്ന കുട്ടിക്ക് നല്ല മിടുക്കനല്ലേ, അല്ലെങ്കിൽ മിടുക്കിയാണ്. എന്തായിരിക്കണം ഗ്രേഡ്? ഏറ്റവും നല്ല ഗ്രേഡ് തന്നെ കിട്ടണം അല്ലേ?
നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഗ്രേഡ് തരുന്നത്. ഗ്രേഡ് ബി ആണ്. എന്താ കാര്യം? ഇവിടെ ഞാൻ ഗ്രേറ്റർ ദാൻ 90 എന്നാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ കൊടുക്കാൻ കാര്യം എന്താണ്? നമ്മൾ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കീം നിങ്ങൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ടേ ഇപ്പം എല്ലാം മേക്ക് ദ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അത് വെച്ച് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അതിവിടെ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ 90 കിട്ടിയ കുട്ടിക്ക് ഗ്രേഡ് എ കിട്ടണം. 40 കിട്ടിയ കുട്ടി ഇത് പ്രകാരം ഫെയിലാവാൻ നമ്മുടെ ഇത് പ്രകാരം ആവറേജ് അത് പാടില്ല. അപ്പം അതിന് വേണ്ടുന്ന ചേഞ്ച് നിങ്ങൾ ചെയ്യണം. സോ ഇത് വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇഫിൻ്റെ ഇത് നിങ്ങൾ അറിയാതെ ഒന്നുകൂടെ ഇഫിൻ്റെ സിൻറ്റാക്സും ഇഫ് എൽസിൻ്റെ സിൻറ്റാക്സും എൽ ഇഫിൻ്റെ സിൻറ്റാക്സൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതോടുകൂടി നമ്മൾ മൊഡ്യൂൾ 2 കഴിഞ്ഞു. അപ്പോൾ ഇത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് നിങ്ങൾ ഈ എക്സസൈസ് കാര്യമായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഗുഡ് ലക്ക്.